സക്കാത്ത് നിസ്കാരത്തോടൊപ്പം പരിശുദ്ധ ഖുർആൻ അതിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പലരും നമ്മളോട് സക്കാത്ത് തരാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, സക്കാത്ത് എന്ന് പറഞ്ഞത് അങ്ങനെ എടുത്തു കൊടുക്കാനുള്ളതല്ല. സക്കാത്ത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് നിയ്യത്ത് ചെയ്ത് അതിന്റെ സമയമെത്തുന്ന നേരത്ത് അതിന്റെ അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. ഏതുപോലെ ളുഹ്ർ നിസ്കാരത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് അതിന്റെ റക്അത്തുകളുടെ എണ്ണം പരിഗണിച്ച് ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് വുളൂഓടുകൂടി നിസ്കരിച്ചാലേ നിസ്കാരം ശരിയാകൂ എന്നതുപോലെ സക്കാത്തിന് നിയ്യത്തുണ്ടാവണം. അതിന്റെ അർഹരിലേക്ക് തന്നെ അതെത്തണം. കൃത്യമായി അതിന്റെ വിതരണം നടക്കണം. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് സക്കാത്ത് എന്ന് പറഞ്ഞ് പലരും ഫണ്ടുകൾ ശേഖരിക്കാറുണ്ട്. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന ചോദിച്ചാലും നിങ്ങളുടെ സക്കാത്ത് കൊടുക്കരുത്. കേരളത്തിലെ അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഒരു മുസ്ലിം സംഘടന, അറിവുള്ള സംഘടനകളൊന്നും അങ്ങനെ സക്കാത്ത് ചോദിക്കൂല. കാരണം സക്കാത്ത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. 2 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ ഒരു നോട്ടീസ് കിട്ടി. സക്കാത്തുകളൊക്കെ കളക്ട് ചെയ്ത്, സക്കാത്തും സ്വതക്കയൊക്കെ കളക്ട് ചെയ്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആൾ എന്ന പേരിലാണ് നോട്ടീസ് കിട്ടിയത്. അതിൽ നോക്കുമ്പോൾ നഊദു ബില്ലാഹ്, അതിന്റെ താഴെ മുൻ വർഷത്തെ ബാക്കി ഇത്ര രൂപ, അതായത് കഴിഞ്ഞ കൊല്ലം കൊടുത്ത സക്കാത്ത് ബാക്കിയുണ്ടായിട്ട് അതിൽ നിന്ന് ബാക്കി ഇത്ര രൂപ, ഈ കൊല്ലത്തെ ബാക്കിയുണ്ട് എത്ര, 1,00,000 രൂപ. കഴിഞ്ഞ കൊല്ലം ആരൊക്കെയോ കൊടുത്ത സക്കാത്തുകൾ ഏതൊക്കെയോ ആളുകളുടെ പോക്കറ്റിൽ, ഏതൊക്കെയോ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നു, ഏതൊക്കെയോ പള്ളികളിൽ കെട്ടിക്കിടക്കുന്നു. സദക്ക എത്ര വേണേലും കൊടുത്തോ, സ്വതക്ക എത്രയും കൊടുത്തോ, പക്ഷേ സക്കാത്ത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം. മഹല്ലത്തുകളിലെ ഇമാമിങ്ങൾ, ഉസ്താദുമാർ സമൂഹത്തോട് പറയേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. അതൊരു കൊള്ളയായി മാറിയ കാലത്താണ്. സക്കാത്ത് തരൂ എന്ന് പറഞ്ഞ് പലരും വാങ്ങിയിട്ട്. അക്കൂട്ടത്തിൽ എനിക്ക് മഹല്ല് കമ്മിറ്റിയോടും പറയാനുള്ളത്, നമ്മുടെ നാടുകളിൽ സക്കാത്ത് കൊടുക്കുന്ന, കച്ചവടത്തിന് സക്കാത്തുണ്ട്, ബിസിനസ് ചെയ്യുന്നവരെ സക്കാത്തുണ്ട്, സ്വർണവും വെള്ളിയും ഹോൾഡ് ചെയ്യുന്നവരെ സക്കാത്തുണ്ട്, വലിയ സംഖ്യകൾ അക്കൗണ്ടുകളിൽ വർഷമായി സൂക്ഷിച്ചവരെ സക്കാത്തുണ്ട്, PF ഉള്ളവരെ സക്കാത്തുണ്ട്, ഓഹരി വിപണികളിൽ നിക്ഷേപിച്ചവരെ സക്കാത്തുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. മഹല്ലിലെ തന്നെ പാവങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ സക്കാത്ത് ഇന്നയാൾക്ക് കൊടുക്കണേ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. മഹല്ല് കമ്മിറ്റിക്ക് ഒന്നിച്ച് വാങ്ങാൻ പറ്റൂല, അതും പറ്റൂല. ഒരു മഹല്ല് കമ്മിറ്റിക്ക് സക്കാത്ത് വാങ്ങാൻ അർഹതയില്ല, അനുവാദമില്ല. ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണ് അങ്ങനെ വാങ്ങുകയും അത് വിതരണം ചെയ്യുന്ന ആളിന് അതിൽ നിന്ന് ശമ്പളം കൊടുക്കുകയൊക്കെ ചെയ്യാം. നമുക്കതിന് അവകാശമില്ല. ഇസ്ലാമിക ഫിഖ് അങ്ങനെയാ. പക്ഷെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും, അയാൾ സക്കാത്തിന്റെ അവകാശിയാണ്, അയാൾക്ക് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ ഒരു 10 കൊല്ലം കണ്ടന്തറ മഹല്ലിലെ സമ്പന്നരായ ആളുകളുടെ സക്കാത്ത് ഈ മഹല്ലിലെ അർഹതപ്പെട്ടവരിലേക്ക് വന്നാൽ ഈ മഹല്ലിലെ പാവങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അതിന്റെ തെളിവാണ് മദീനത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ വഫാത്തായി 12 കൊല്ലം കഴിയുമ്പോഴേക്ക് മദീനയിൽ സക്കാത്ത് വാങ്ങാൻ ആളുണ്ടായി.